ഇറാനും ഇസ്രയേലും മുഖാമുഖം നിൽക്കുന്ന വളരെ അസ്വസ്ഥജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇറാൻ്റെ മണ്ണിൽ വെച്ച് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് പെഹഷ്കിയാൻ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ വേളയിലാണ് ഹമാസിൻ്റെ മേധാവി കൊല്ലപ്പെടുന്നത്. ഇസ്മായിൽ ഹാനിയയുടെ വധം, അതിന് പിന്നിൽ തീർച്ചയായും ഇസ്രയേലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്രയേൽ അതിൻ്റെ പിതൃത്വം, ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ മൊസാദിൻ്റെ വിവിധങ്ങളായ ഓപ്പറേഷനുകളിൽ ഏറ്റവും വിഖ്യാതമായ ഓപ്പറേഷൻസുകൾ ഒന്നു തന്നെയായിരുന്നു അന്യരാജ്യത്തിൻ്റെ, അതും ശത്രുരാജ്യത്തിൻ്റെ തലസ്ഥാന നഗരത്തെ ആ രാജ്യത്തിൻ്റെ ഗസ്റ്റായി, അതിഥിയായി കടന്നു വന്ന തങ്ങളുടെ പിടികിട്ടാ പുള്ളിയെ വധിച്ചു, തങ്ങളുടെ 1-ാം നമ്പർ ശത്രുവിനെ വധിച്ചു എന്ന് പറയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമായി കരുതാമെങ്കിലും ഇത് ഒരു ലക്ഷ്മണ രേഖയുടെ അതിലംഘനമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ലക്ഷ്മണ രേഖ എന്ന് പറഞ്ഞത് ചോദിച്ചാൽ, ഈ ഒരു ആക്രമണം സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പ്രതിരോധത്തിന് വേണ്ടി ആക്രമണമാകാം, ആക്രമണത്തിന് വേണ്ടി ആക്രമണമാകാം, രാജ്യ താല്പര്യം സംരക്ഷിക്കാൻ ആക്രമണമാകാം. പക്ഷേ ഇവിടെ സമാന്തരമായി ചർച്ചകൾ നടക്കുമ്പോൾ ഇസ്രയേലും ഹമാസും തമ്മിൽ മധ്യസ്ഥരുടെ സഹായത്തോടു കൂടി ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചയ്ക്ക് ആതിഥ്യം വഹിക്കാൻ, അല്ലെങ്കിൽ ആ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കാനായി ഖത്തർ രാജ്യം തയ്യാറായി വന്നു, ഈജിപ്ത് തയ്യാറായി വന്നു, റോമിൽ വെച്ച് സമാധാന ചർച്ചകൾ നടക്കുന്നു. അമേരിക്കയുടെ ആകമാന മേൽനോട്ടം ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ സമാധാന ചർച്ചകളിലെല്ലാം തന്നെ ഹമാസിനെ പ്രതിനിധീകരിക്കുന്നത് ഹമാസിൻ്റെ തലവൻ കൂടിയായ ആഗോള ഹമാസ് ഓപ്പറേഷൻസിൻ്റെ ചുമതലയുള്ള ഇസ്മായിൽ ഹാനിയാണ്. ആ നെഗോഷിയേറ്ററെ തന്നെ, നേതാവ് എന്നോ ഭരണാധികാരിയോ എന്നതിന് ഉപരിയായി ചീഫ് നെഗോഷിയേറ്ററെ തന്നെ വധിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വധം തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, അത് ഹമാസിൻ്റെ ഭാഗത്തു നിന്നല്ല, ഹമാസ് ഒരു വലിയ കോയലീഷൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, ഒരു വലിയ ഇസ്രയേലിനെതിരെ, ഒരു പരിധിവരെ അമേരിക്കയ്ക്കെതിരെ ആ മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഇസ്ലാമിൻ്റെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതിന് നേതൃത്വം നൽകുന്നത് ഇറാനാണ്. നമുക്കറിയാം, ഇറാൻ ഒരു ഷിയ രാജ്യമാണ്, ഷിയ ഭൂരിപക്ഷ രാജ്യമാണ്. അറബി സുന്നി രാജ്യങ്ങൾ പലതും ഇസ്രയേലുമായി മനസ്സില്ലാ മനസ്സോടെ എങ്കിലും സന്ധി ചെയ്ത്, പ്രായോഗിക ബുദ്ധിയോടെ സന്ധി ചെയ്തുകൊണ്ട് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഇസ്രയേലിനെ പിണക്കാതെ നിൽക്കുകയാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ഈജിപ്റ്റ് ഉൾപ്പെടെ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള, UAE ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങൾ പലതും, ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ. ഇവിടെ വേറിട്ട ചിന്താഗതി പുലർത്തുന്ന രാജ്യങ്ങളുടെ എണ്ണം കുറവാണ്. പക്ഷേ അത് നിർണായക രാജ്യങ്ങളാണ്. അതിലൊന്ന് ടർക്കിയാണ്. അതിശക്തമായ രാജ്യമാണ്, ഇസ്ലാമിക രാജ്യമാണ്. എർദോഗാൻ്റെ ലീഡർഷിപ്പിൽ തുർക്കി ചില ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ശബ്ദമുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ശബ്ദവും ചലനവും എന്നതിന് ഉപരിയായി നേരിട്ട് തുർക്കിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇതുവരെ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ രാജ്യമെന്ന് പറയുന്നത് സിറിയയാണ്. ബഷർ അൽ അസദിൻ്റെ നേതൃത്വത്തിൽ സിറിയയും ഇസ്രായേലുമായി അത്ര നല്ല ബന്ധത്തിലല്ല. പക്ഷേ ഒരു കോയലീഷൻ ഉണ്ടായാൽ, ഇറാൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെ ഒരു സംയുക്ത നീക്കമുണ്ടായാൽ നേരിട്ട് സിറിയ രംഗത്ത് വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ സിറിയയുടെ മണ്ണിൽ, ഡമാസ്കസിൽ ഉൾപ്പെടെ സിറിയയുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഷിയ മിലിഷ്യകളുണ്ട്. അവരെ ഫണ്ട് ചെയ്യുന്നതും ആയുധമണിയിക്കുന്നതും ഇറാനാണ്. അതുമാത്രമല്ല, ഇറാഖ് സദ്ദാം ഹുസൈൻ്റെ കാലത്ത് നമ്മളൊക്കെ വിചാരിച്ചു അതൊരു സുന്നി ഭൂരിപക്ഷ രാജ്യമാണെന്നല്ല, അതൊരു ഷിയ ഭൂരിപക്ഷ രാജ്യമാണ്. 60% ജനങ്ങളും ഷിയ വിഭാഗക്കാരാണ്. അപ്പോൾ ഒരു ഷിയ നേതൃത്വമുള്ള ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഇറാഖിനുള്ളിലും അതീവ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഇറാൻ അനുകൂല ഷിയ മിലിഷ്യകളുണ്ട്. അത് മാത്രമല്ല, ഇറാഖിനെതിരെ ഈ കഴിഞ്ഞ ദിവസം വളരെ വലിയൊരു ഡ്രോൺ ആക്രമണം, ഒരു റോക്കറ്റ് കമ്പൈൻഡ് ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നു അമേരിക്കൻ ബേസിനെതിരെ. അമേരിക്കയുടെ സൈനിക സാന്നിധ്യമുണ്ട് ഇറാഖിൽ. അപ്പോൾ അമേരിക്കൻ താല്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇറാനിയൻ താല്പര്യങ്ങൾക്കെതിരാണ്, അത് ഇസ്രായേലി താല്പര്യങ്ങൾക്ക് അനുകൂലമാണ് എന്ന ഒരു വിവക്ഷ ഇസ്ലാമിക ലോകത്തുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ സൈനിക താവളത്തിനെതിരെ ഇറാഖിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം ഇറാഖിനെയും മാറി ചിന്തിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരിയാണ് ഏറ്റവും അധികം അടുത്ത് കിടക്കുന്ന, ഇസ്രായേലിനോട് അടുത്ത് കിടക്കുന്ന ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള ലെബനൻ്റെ ഭരണകൂടം എന്ത് തീരുമാനിച്ചാലും അവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് ലെബനൻ്റെ തെക്കൻ പ്രദേശത്തെ ഉഗ്രവാഴ്ച നടത്തുന്ന ഹിസ്ബുള്ള എന്ന സംഘടനയാണ്. ഹിസ്ബുള്ള ഒരു ഷിയ മിലിഷ്യയാണ്. ഇറാൻ്റെ പിന്തുണയുള്ള അനേക മിലിഷ്യകൾ, നേരത്തെ ഞാൻ പല മിലിഷ്യകളെക്കുറിച്ച് സൂചിപ്പിച്ചു,
അതിലേറ്റവും പ്രമുഖമായ മിലിഷ്യയാണ് ഹിസ്ബുള്ള. അത് ഹമാസിനേക്കാൾ 10 മടങ്ങ് ശക്തവും നല്ല ഒരു സൈനിക അഭ്യാസമുള്ള, നല്ല സൈനിക ട്രെയിനിങ് ഉള്ള, ട്രെയിൻഡായ 1,00,000-ലധികം ട്രെയിൻഡ് സൈനികരുള്ള ഒരു മിലിറ്റന്റ് വിഭാഗം തന്നെയാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം സ്വാഭാവികമായി പ്രതീക്ഷിക്കാം. ഇറാൻ പ്രതീക്ഷിക്കുന്ന കൊയലീഷനിലെ, അതായത് ഇസ്രയേലിനെതിരെയുള്ള നീക്കം സ്വാഭാവികമായി ഇസ്രയേലിന് മറുപടി കൊടുക്കാതിരിക്കാനാവില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾക്ക് വലിയ പ്രസക്തിയില്ല. ഇനി യഥാർത്ഥത്തിൽ സൈനികമായ ഒരു മറുപടി കൊടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അത് പരസ്യമായി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അത് അത് എപ്പോൾ എന്നത് മാത്രമാണ് ആശങ്ക. എന്നും എപ്പോഴെന്നതും അത് ഉണ്ടാകുമോ എന്നത് വലിയ തർക്കമില്ല. കാരണം അതില്ലാതെ ഇറാൻ പിടിച്ചു നിൽക്കാനാവില്ല. ഇറാന്റെ ജനകീയ പബ്ലിക് മൂഡ് എന്ന് പറയുന്നത് അതിനനുകൂലമാണ്. അത് മാത്രമല്ല, ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള ഇച്ഛാശക്തി കാട്ടുകയും ചെയ്തു. പക്ഷെ അങ്ങനെ വരുമ്പോൾ ആ കൊയലീഷന്റെ, ഇറാൻ നയിക്കുന്ന ഒരു സേന എന്നത് ഔപചാരിക അർത്ഥത്തിലല്ല, ഇറാനെ സഹായിക്കുന്ന വിവിധങ്ങളായ സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് കുറച്ചുകൂടി തെക്ക് സ്ഥിതി ചെയ്യുന്ന യമന്റെ ഹൂതി വിഭാഗം. അവരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ തന്നെയാണ്. നമുക്കറിയാം, മധ്യപൗരസ്ത്യ പ്രദേശത്തെ കപ്പൽ ഗതാഗതം ആകെ താറുമാറാക്കുന്ന, പ്രത്യേകിച്ച് ചെങ്കടൽ മേഖല ആകമാന രീതിയിൽ അസ്വസ്ഥത വ്യാപിച്ചുകൊണ്ട് ഹൂതികളുടെ ഭാഗത്തു നിന്ന് ആക്രമണം നടക്കുന്നു. അമേരിക്കൻ കപ്പലുകൾക്കെതിരെ, ഇസ്രയേലി താല്പര്യമുള്ള കപ്പലുകൾക്കെതിരെ നടക്കുന്ന, പാശ്ചാത്യ കപ്പലുകൾക്കെതിരെ നടക്കുന്ന വളരെ വലിയ ആക്രമണങ്ങൾ. അതുകൊണ്ട് ചരക്ക് നീക്കത്തെയും എണ്ണയുടെ നീക്കത്തെയും വല്ലാതെ ബാധിക്കുന്ന ഹൂതികൾ, ഇതെല്ലാം ചേരുന്നതാണ് ഇറാൻ നേതൃത്വം നൽകുന്ന കൊയലീഷൻ. അപ്പോൾ ഇസ്രയേലിനെ 4 പാടും നിന്നുകൊണ്ട് വരിഞ്ഞു മുറുക്കുന്ന രീതിയിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് സന്നാഹങ്ങൾ ഒരുക്കുന്നു. അപ്പോൾ ഇത് എപ്പോഴാണ്, എങ്ങനെയാണ് യുദ്ധത്തിൽ കലാശിക്കുന്നത്? ഇത് എന്തു വില കൊടുത്തും യുദ്ധം ഒഴിവാക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസരത്തിലാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. വളരെ ദുർബലനായ പ്രസിഡന്റ് ജോ ബൈഡൻ, അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. അപ്പം ഒരു നല്ല ഇംപ്രഷൻ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്ത യുദ്ധം ചെയ്യാനാവില്ല അവർക്ക്. കാരണം ഇസ്രയേലിനെ എക്കാലത്തും സഹായിക്കുന്ന നിലപാടാണ് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത്. അത് ജോ ബൈഡൻ അല്ല, ട്രംപ് ആണെങ്കിലും ആരാണെങ്കിലും ശരി, ഇസ്രയേലിനെ സഹായിക്കുന്ന നിലപാടാണ്. പക്ഷേ ബൈഡൻ സ്വല്പം ഖിന്നനാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് അമേരിക്കയോട് ഒന്ന് പറഞ്ഞതിന് ശേഷം യാതൊരു രീതിയിലും ഒരു തത്വദീക്ഷയുമില്ലാത്ത രീതിയിൽ മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ലോക മനസാക്ഷി തന്നെ അമേരിക്കയ്ക്ക് കൂടി എതിരാകുന്നത് കണ്ടില്ല എന്ന് നടിക്കാൻ അമേരിക്കയ്ക്കാവില്ല. എങ്കിലും ആത്യന്തിക അന്താള ഘട്ടത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ്. അതേസമയം ഒരു യുദ്ധം അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും, ഓയിൽ ട്രേഡിനെ ബാധിക്കും, അമേരിക്കയുടെ മധ്യപൗരസ്ത്യ പ്രദേശത്തെ സങ്കീർണമായ പവർ ബാലൻസിനെ ബാധിക്കും. അറബ് ലോകത്തെ പിണക്കാതെ അവർ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ സ്വാധീന വലയത്തിൽ, ഇറാൻ്റെയും ഒക്കെ സ്വാധീന വലയത്തിലായി പോകാതെ അറബ് ലോകത്തെ സന്തുലിതമായി നിലനിർത്തുകയും അതേസമയം യൂതരാജ്യമായ ഇസ്രയേലിനെ കൈവിടാതിരിക്കുകയും ചെയ്യുന്ന ഒരു വളരെ പ്രിക്കേറിയസായ നയതന്ത്രമാണ് അമേരിക്ക ആ ഭാഗത്ത് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയും ഏത് വിധേനയും, അപ്പം ആന്റണി ബ്ലിങ്കൻ ഉൾപ്പെടെയുള്ള അമേരിക്കൻ തലപ്പത്തുള്ള ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസ് ഉണർന്ന് പ്രവർത്തിക്കുകയും നിരന്തരം കൂടിയാലോചനകൾ നടത്തുകയും ചെയ്യുന്ന ഒരവസരമാണ്. പക്ഷേ ഇപ്പോഴത്തെ പൊതുവേ ഉള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ ആ പ്രദേശം ഒരു കായിക സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നിരന്തരമായി ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിലേക്ക് കടന്നു വരുന്ന മിസൈൽ വർഷവും അതിന് ഇസ്രായേൽ നൽകുന്ന ചെറിയ തോതിലുള്ള തിരിച്ചടിയും കുറച്ചുകൂടി വലിയ തോതിലായി കഴിയുമ്പോൾ ഇറാൻ നേരിട്ട്, ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡ്സ് നേരിട്ട് രംഗത്ത് വരുമോ? ഉന്നത സൈനിക വിഭാഗമായ റെവല്യൂഷണറി ഗാർഡും റെഗുലർ സൈന്യവും എല്ലാം തന്നെ ഒരു യുദ്ധ അന്തരീക്ഷത്തിലേക്ക് വരുമോ? ഏപ്രിൽ 23 ഒരു ആക്രമണമുണ്ടായി. ഇറാന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ 300-ലധികം റോക്കറ്റുകളും മിസൈലുകളുമാണ് ലോഞ്ച് ചെയ്തത്. പക്ഷെ ഞങ്ങളിത് ആക്രമിക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടത്തുന്ന ആക്രമണം കേവലം ഔപചാരികം മാത്രമാണ്, പ്രതീകാത്മകം മാത്രമായിരുന്നു. പക്ഷെ അതുപോലെ ഒരു ആക്രമണം ഇനി പ്രതീക്ഷിക്കാനാവില്ല. തീർച്ചയായും ഇസ്രയേലിന് വേദനിക്കുന്ന രീതിയിൽ
അൺആക്സെപ്റ്റബിൾ ഡാമേജസ് ഇൻഫ്ലിക്റ്റ് ചെയ്യുന്ന രീതിയിൽ തിരിച്ചടിക്കാൻ ഇറാനുള്ളിലൊരു മുറവിളിയുണ്ട്. കാരണം ഇറാൻ്റെ പരമോന്നത നേതൃത്വം വധിക്കപ്പെട്ട് കഴിഞ്ഞു. കാരണം പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വധിക്കപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല, വിമാനാപകടത്തിൽ മരിച്ചു. അതിന് പിന്നിൽ ഇസ്രായേലിൻ്റെ കരങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ വരെയുണ്ട്. പക്ഷേ അതൊരു സ്വാഭാവിക അപകടമാണെന്ന് നമുക്ക് കൂട്ടാം. പക്ഷേ ഖാസിം സുലൈമാനിയുടെ ഇസ്രായേലിനെതിരെയും ഉൾപ്പെടെ മധ്യപൗരസ്ത്യ പ്രദേശത്ത് വളരെ സജീവമായി ഇറാന്റെ സൈനിക നേതൃത്വങ്ങൾക്ക് ആക്കം പകർന്നിരുന്ന നേതാവ് ഖാസിം സുലൈമാനി വധിക്കപ്പെട്ടത് അമേരിക്ക 2020 അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ശ്രമത്തിൽ തുടർന്നുകൊണ്ടാണ്. അത് മാത്രമല്ല, ഈ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ഇറാന് വളരെ അംബീഷ്യസ് ആയ ന്യൂക്ലിയർ പ്രോഗ്രാമുണ്ട്. ഇസ്രായേലിനെതിരെ ഒരു കൺവെൻഷണൽ മിലിറ്ററി പാരിറ്റി സാധ്യമല്ലാത്തതുകൊണ്ട് ന്യൂക്ലിയർ റൂട്ട് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ച രാജ്യമാണ് ഇറാൻ. പക്ഷേ IAEAയുടെ ശക്തമായ ഇൻസ്പെക്ഷൻസും അതുപോലെ ഇൻ്റർനാഷണൽ ഉപരോധങ്ങളും സാങ്ഷൻസ് ഇതെല്ലാം കാരണം ഇറാൻ നട്ടം തിരിഞ്ഞതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് പാശ്ചാത്യ ലോകത്തോട് സ്വല്പം സമരസപ്പെടാൻ ഇപ്പോൾ ഒരു പരിഷ്കരണവാദിയായ പെഹഷ്കിയാൻ അധികാരത്തിൽ വന്നപ്പോൾ പാശ്ചാത്യ ലോകത്തോട് കുറച്ച് മയമുള്ള മൃദു സമീപനം സ്വീകരിക്കും എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുമ്പോൾ പെഹഷ്കിയാൻ ഉൾപ്പെടെ ഒരു ഹോക്കിഷ് നിലപാട്, കർശനമായ നിലപാട് സ്വീകരിക്കാൻ വിധിക്കപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് ഇറാൻ അതിൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇറാൻ്റെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷനെതിരെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് ഉണ്ടാകുമോ? മുൻകാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രാജ്യം, അത് ഇറാൻ ആയിക്കൊള്ളട്ടെ, ഇറാഖ് ആയിക്കൊള്ളട്ടെ, അതാരായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം ആണവായുധ സാങ്കേതിക വിദ്യയിലേക്ക് വെപ്പണൈസിങ് രീതിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ സൈനിക വിമാനങ്ങൾ, ഇസ്രായേലിൻ്റെ മിസൈലുകൾ അവയെ മുൻകൂട്ടി തന്നെ തകർത്ത ഒരു ചരിത്രം മുൻപിലുള്ളത് കൊണ്ട് ഇറാനെതിരെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകാം. അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകാം. അത് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഏക ഒരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഒന്ന് വലിയേട്ടൻ, അത് അമേരിക്കയുടെ സഹായമാണ്. 2 അവർ തന്നെ നിർമ്മിച്ച അയൺ ഡോം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ഡോമാണ്, ഒരു വലിയ കവചമാണ്, ആകാശ കവചം തീർത്തുകൊണ്ട്, അതായത് ആകാശത്ത് കൂടെ വരുന്ന ശത്രു മിസൈലുകളെ ആകാശത്ത് വെച്ചുകൊണ്ട് തന്നെ നിർവീര്യമാക്കിക്കൊണ്ട് ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽസ് ABM അയച്ചുകൊണ്ട്, മിസൈൽ വേദ മിസൈലുകളെ അയച്ചുകൊണ്ട് അവയെല്ലാം നിർവീര്യമാക്കി ഇസ്രായേലിൻ്റെ എയർ സ്പേസിൽ പ്രവേശിച്ച ഉടനെ തന്നെ അവ കത്തിച്ചാരമാകുന്ന രീതിയിൽ നശിപ്പിച്ച് കളയാനുള്ള സംവിധാനം അയൺ ഡോം. ഈ അയൺ ഡോമിനെ തകർത്തുകൊണ്ടാണ് ഒക്ടോബർ 7-ാം തീയതി ഹമാസിൻ്റെ നേതൃത്വത്തിൽ ആക്രമണം നടന്നതും ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ നടന്നതും. അതുകൊണ്ട് അയൺ ഡോം പൂർണ്ണമായ സുരക്ഷാ കവചമല്ല, കവചകുണ്ഡലമല്ല എന്നുകൂടി നമ്മൾ ഓർക്കണം. എന്നിരുന്നാലും സ്വാഭാവികമായി മിലിറ്ററി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇസ്രായേലിന് തന്നെയാണ്. സ്വാഭാവികമായി അമേരിക്കയുടെയും സഖ്യരാജ്യങ്ങളുടെയും പിന്തുണ ഉണ്ടായാൽ, പക്ഷേ ഏത് രൂപത്തിലുണ്ടാകും, യുദ്ധം ഒഴിവാക്കാൻ പരമാവധി നെതന്യാഹുവിനെ പ്രേരിപ്പിക്കുന്ന തിരക്കിലാണ്. ഇറാനെ സംയമനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനാവുമോ എന്ന തിരക്കിലാണ് പാശ്ചാത്യ ലോകം. ഇത് കണ്ട് 2 രാജ്യങ്ങൾ മാറി നിന്ന് ഉറിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് റഷ്യ, മറ്റേത് ചൈന. റഷ്യയെ സംബന്ധിച്ചിടത്തോളം വ്ളാഡിമിർ പുടിന് വളരെ വലിയ പ്രശ്നങ്ങളാണുള്ളത് ആഭ്യന്തരമായി. ഉക്രൈൻ യുദ്ധത്തിൽപ്പെട്ട് വല്ലാതെ വിഷമിച്ച് നിൽക്കുന്ന പുടിനെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ വരുന്ന പശ്ചിമേഷ്യയിൽ വരുന്ന സംഘർഷങ്ങളിൽ എന്തെങ്കിലും സാധ്യത റഷ്യ കാണുന്നുണ്ടോ എന്നത് വളരെ ചിന്തിക്കാവുന്ന കാര്യമാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ടാകുന്ന അസ്വസ്ഥതകളിൽ നിന്നും മുതലെടുപ്പ് നടത്താൻ ചൈനയും സന്നദ്ധമാകും. സ്വാഭാവികമായി ഇന്ത്യക്ക് കൺസേൺ ഉണ്ട്. ഇന്ത്യ വ്യക്തമായ നിലപാട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പാലസ്തീൻ അനുകൂല ഐക്യദാർഢ്യ നിലപാട് ഇന്ത്യ പൊതുവെ പറയുമ്പോഴും ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ സവിശേഷമായ സൈനിക സാമ്പത്തിക ബന്ധം നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ വളരെ സങ്കീർണമായ ഒരു അവസ്ഥാവിശേഷത്തിലാണ്. ഏത് സമയത്തും യുദ്ധം കടന്നു വരാം. മധ്യപൗരസ്ത്യ പ്രദേശം ആകെ അസ്ഥിരപ്പെടുത്താൻ പര്യാപ്തമായ ഒരു യുദ്ധം അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, കടന്നു വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് പറയുന്നത്, ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.